ഓൾ, നമ്മൾ നമ്മുടെ ഹിന്ദി ടെക്സ്റ്റിലുള്ള സെക്കൻഡ് ലെസന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സെക്കൻഡ് ലെസൺ ഒരു കവിതയാണ്. കവിത നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് വരികളിലെ വേർഡ്സിന്റെ ഡയറക്റ്റ് മീനിങ് മാത്രം മനസ്സിലാക്കിക്കൊണ്ടല്ല. കവിതയിലെ വരികൾക്ക് കാവ്യാത്മകമായ ഭാഷയും അതിലെ വാക്കുകൾക്ക് ഇൻഡയറക്റ്റ് ആയ മറ്റ് അർത്ഥങ്ങളും ഉണ്ടാവും. ഒരു എഴുത്തുകാരന്റെ കവിത വായനക്കാരന്റെ കയ്യിലെത്തുമ്പോൾ വായനക്കാരൻ്റേത് മാത്രമാകുന്നു. സ്വന്തം ഭാവനയ്ക്കനുസരിച്ചാണ് അവനത് ആസ്വദിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഈ കവിതയുടെ പേര് ബഹത് ദിനോ കെ ബാദ് എന്നാണ്. നാഗാർജുൻ എന്ന പ്രതിഭാശാലിയായ ഹിന്ദി സാഹിത്യകാരനാണ് ഇതിൻ്റെ രചയിതാവ്. കവി കുറേ നാൾ നഗരത്തിൽ താമസിച്ചതിന് ശേഷം തിരിച്ചു തൻ്റെ ഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളും തിരിച്ചു വന്നപ്പോഴുള്ള തൻ്റെ സന്തോഷവുമാണ് ഈ കവിതയിലൂടെ കവി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. ബഹത് ദിനോं के बाद, नागार्जुन। बहुत दिनों के बाद अब की मैंने जी भर देखी पकी सुनहली फसलों की मुस्कान बहुत दिनों के बाद। കുറേ നാളുകൾക്ക് ശേഷം ഞാൻ സ്വർണ്ണ നിറത്തിലുള്ള ക്രോപ്സ് വിളഞ്ഞു നിൽക്കുന്ന കൃഷിയിടം മനസ്സ് നിറയെ കണ്ടു. ബഹത് ദിനോं के बाद എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി मैंने ഇപ്പോൾ ഞാൻ, ജി ഭർ ദേഖി മനസ്സ് നിറയെ കണ്ടു. ദേഖി എന്ന് പറഞ്ഞാൽ കണ്ടു, ദേഖ്ന കാണുക. പക്കി സുൻഹലി, പക്കി എന്ന് പറഞ്ഞാൽ റൈപ്പായി നിൽക്കുന്ന, വിളഞ്ഞു നിൽക്കുന്ന. സുൻഹലി ഗോൾഡൻ കളർ. ഫസലോं की മുസ്കാൻ, ഫസൽ എന്ന് പറഞ്ഞാൽ ക്രോപ്സ് ആണ്, മുസ്കാൻ എന്ന് പറഞ്ഞാൽ സ്മൈൽ. കുറേ നാളുകൾക്ക് ശേഷം വിളഞ്ഞു നിൽക്കുന്ന പാടം മനസ്സ് നിറയെ കണ്ടു എന്നാണ് കവി ഇവിടെ പറയുന്നത്. बहुत दिनों के बाद अब की मैं जी भर सुन पाया दान कूटती किशोरियों की कोकिल कंठी तान बहुत दिनों के बाद. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ധാന്യം കുത്തുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികളുടെ കുയിൽനാദം പോലുള്ള ശബ്ദം മനസ്സ് നിറയെ കേട്ടു. ജി ഭർ സുൻ പായ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ കേൾക്കാൻ പറ്റി. സുന്ന കേൾക്കുക. ദാൻ എന്ന് പറഞ്ഞാൽ ധാന്യം തന്നെയാണ്. കൂട്ട്തി, കൂട്ട്ന എന്ന് പറഞ്ഞാൽ കുത്തുക. കിഷോരിയാം പെൺകുട്ടികൾ, ചെറുപ്പക്കാരായ പെൺകുട്ടികൾ. കോക്കിൽ കണ്ഠി താൻ എന്ന് പറഞ്ഞാൽ കുയിൽനാദം പോലെ, അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദം. ധാന്യം കുത്തുന്ന കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ കുയിൽനാദം പോലെ മധുരമായ ശബ്ദത്തിലുള്ള പാട്ട് മനസ്സ് നിറയെ കേൾക്കാൻ പറ്റി എന്നാണ് കവി പറയുന്നത്. बहुत दिनों के बाद अब की मैंने जी भर सूंघे मौलसरी के ढेर ढेर से ताज़े टटके फूल बहुत दिनों के बाद. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഇലഞ്ഞി പൂക്കൾ മനസ്സ് നിറയെ മണത്തു. സൂങ്ന മണക്കുക. മൗൽസിരി എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി പൂക്കളാണ്. ഢേർ ഢേർ എന്ന് പറഞ്ഞാൽ കുറേ. താസെ ടട്കെ ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ. കുറേ നാളുകൾക്ക് ശേഷം ഫ്രഷ് ആയിട്ടുള്ള കുറേ ഇലഞ്ഞി പൂക്കൾ മനസ്സ് നിറയെ മണക്കാൻ പറ്റി എന്നാണ് കവി പറയുന്നത്. ബഹത് ദിനോं के बाद अब की मैं जी भर छू पाया अपनी गवई पगडंडी की चंदन वर्णी धूल बहुत दिनों के बाद. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ ചന്ദന നിറമുള്ള മണ്ണ് മനസ്സ് നിറയെ എനിക്ക് തൊടാൻ പറ്റി. ജി ഭർ ഛൂ പായ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ തൊടാൻ പറ്റി. ഛൂന എന്ന് പറഞ്ഞാൽ തൊടുക. ഗവയി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ. അപ്നി ഗവയി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിലെ, സ്വന്തം ഗ്രാമത്തിലെ. പഗ്ഡണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയടിപ്പാത അല്ലെങ്കിൽ ഇടവഴി. ചന്ദൻ വർണി എന്ന് പറഞ്ഞാൽ ചന്ദന നിറമുള്ള. ധൂൽ പൊടി എന്നാണ് കറക്റ്റ് മീനിങ് വരുന്നത്, പക്ഷേ ഇവിടെ മണ്ണ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. बहुत दिनों के बाद अब की मैंने जी भर ताल मखाना खाया गन्ने चूसे जी भर बहुत दिनों के बाद. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ താൽ മഖാന എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അപ്പോൾ താൽ മഖാന കഴിച്ചു. കരിമ്പിൻ്റെ ജ്യൂസ് നമ്മൾ ചപ്പി കുടിക്കില്ലേ, അതുപോലെ കുടിച്ചു. മനസ്സ് നിറയെ താൽ മഖാന കഴിച്ചു, കരിമ്പിൻ്റെ ജ്യൂസ് ചപ്പി കുടിച്ചു. ജി ഭർ ഖായ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ കഴിച്ചു.
ദാൽ മഖാന ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഗന്നെ കരിമ്പ്. ചൂസ്ന എന്ന് പറഞ്ഞാൽ ചപ്പി കുടിക്കുക അല്ലെങ്കിൽ ഊറ്റി കുടിക്കുക. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറയെ ദാൽ മഖാന കഴിച്ചു, കരിമ്പിൻ്റെ ജ്യൂസ് ചപ്പി കുടിച്ചു അല്ലെങ്കിൽ ഊറ്റി കുടിച്ചു എന്നാണ് കവി പറയുന്നത്. ബഹത് ദിനോं के बाद अब की मैंने जी भर भोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर. ബഹത് ദിനോं के बाद കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മണം, രൂപം, സ്വാദ്, ശബ്ദം, സ്പർശം ഇതെല്ലാം ഒരുമിച്ച് ഈ ഭൂമിയിൽ അനുഭവിച്ചു. ഭോഗെ, ജി ഭർ ഭോഗെ എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ അനുഭവിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു അല്ലെങ്കിൽ ഫീൽ ചെയ്തു. ഗന്ധ് എന്ന് പറഞ്ഞാൽ മണം, രൂപം, രസ് ടേസ്റ്റ്, ശബ്ദം എന്ന് പറഞ്ഞാൽ ശബ്ദം സൗണ്ട്, സ്പർശ് ടച്ച് സ്പർശം, സാത്ത് സാത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, ഭൂപ്പർ ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് തന്നെയാണ് അർത്ഥം, ഭൂമിയിൽ. കുറേ നാളുകൾക്ക് ശേഷം പഞ്ചേന്ദ്രിയങ്ങളുടെ സർവ്വ അനുഭൂതികളും നുകരാൻ കവിക്ക് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സ്നേഹപൂർവ്വം മാളവിക.